ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ ഡസ് മൈ വീക്കെൻഡ് ഗോ. ഇടയ്ക്ക് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു ഫ്രീ ഡേ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്താറുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങളെല്ലാവരും കാണാം. ഞാൻ ഉറക്കത്തിൽ എണീറ്റ് വന്നിരുന്ന് പല്ല് തേച്ച് അത്ര എത്തിയിട്ടുള്ളൂ, ചോറടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇന്നൊരു ഞായറാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ കാണാൻ പോകുന്നത് മിക്കതും ഒരു ശനിയാഴ്ചയുമായിരിക്കും. ഞായറാഴ്ച നമുക്കിവിടെ ഷോപ്പിംഗ് ചെയ്യൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. 98% ബിദ്രോങ്കാസും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമും ആയാലും ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഷോപ്പിംഗ് ലീസ്റ്റ് കൺസേൺ ആണ്. ഞായറാഴ്ച ഇവിടെ അങ്ങനെ കടകളൊന്നും തുറക്കില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പോകുന്നില്ല. ഷോപ്പിംഗ് അതിന് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും തീർപ്പിക്കും. ഞാൻ പൊതുവെ വെള്ളിയാഴ്ചയാണ് തീർക്കാറ്. ഷോപ്പിംഗ് ഒരാഴ്ചത്തേക്കുള്ള ഫുൾ ഷോപ്പിംഗ് ഈ പറയുന്ന വെള്ളിയാഴ്ച തീർക്കും. ഒരു 70 മുതൽ 120 വരെ ഈ ഒരു റേഞ്ചിലുള്ള ഷോപ്പിംഗാണ് നടത്താറ്. ഇന്ന് ഈ ഞായറാഴ്ച എന്ത് ചെയ്യും? മെയിൻ പ്രയോറിറ്റി ഉറക്കത്തിനാണ്. ജോലി ഇല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള എല്ലാവർക്കും, ഞാനടക്കം എല്ലാവർക്കും ശനി ഞായർ ജോലി ദിവസങ്ങളാണ്. ഓൾമോസ്റ്റ് എവറി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അത് തന്നെയാണ് സിറ്റുവേഷൻ. ശനി ഞായർ കട്ടയ്ക്ക് പണിയെടുക്കും. എനിക്കാണെങ്കിൽ ഓൾമോസ്റ്റ് ഇന്നിപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുന്നു, കാറ്റും കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ 12 മണിക്കൂർ ഷിഫ്റ്റ്, അല്ലെങ്കിൽ 13 മണിക്കൂർ ഷിഫ്റ്റ്. ഇപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഒരുത്തിന് എത്രയാ 8, അങ്ങനെ പലർക്കും പല പല ഷിഫ്റ്റുകളായിട്ട്. ഇപ്പോൾ എനിക്ക് ശനി ഞായർ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ജോലി ആയിരിക്കും. അപ്പോൾ ഞായറാഴ്ചകൾ അങ്ങനെ കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷോപ്പിങ്ങും പോസിബിൾ അല്ല. ഞായറാഴ്ച എന്ന് പറയുന്നൊരു ക്വയറ്റ്, ഇരിക്കുക, റെസ്റ്റ് എടുക്കുക. പിന്നെ അലക്കാൻ കുറേ കിടക്കുന്നുണ്ട്, തുണി അലക്കുക. പിന്നെ അത് കുക്കിംഗ് ഇന്നലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചിന്തയില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ആയിട്ട് നല്ല സമാധാനപരമായി റിലാക്സ് ചെയ്യാനും അതേപോലെ വരാൻ പോകുന്ന ആഴ്ചയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുമുള്ള ഒരു ദിവസം എന്നായിട്ടാണ് ഞാൻ കാണുന്നത്. ജോലി ഇല്ലെങ്കിൽ ഞായറാഴ്ച. പലരും വിചാരിക്കും ഞായറാഴ്ച ഒരു ദിവസം കിട്ടുന്നില്ല, ട്രിപ്പ് പോയിക്കൂടെ, അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാം. പക്ഷെ അതിന് പ്രധാനമായിട്ട് എന്താ വേണ്ടേ? അടുത്ത ദിവസം ക്ലാസ് ഉണ്ടാവരുത്, അതേപോലെ അടുത്ത ആഴ്ച പരീക്ഷ ഉണ്ടാവരുത്, അതേപോലെ അടുത്ത ആഴ്ച വേറെ പ്രത്യേകിച്ച് വലിയ പ്രയോറിറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവരുത്. ചിൽ വീക്കായിരിക്കണം. ദൈവാനുഗ്രഹം കൊണ്ട് ഇതെല്ലാം എനിക്ക് ഒത്തുണങ്ങിയ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി ട്രിപ്പിംഗ് പോകാൻ പറ്റില്ല. ഞാൻ യുക്രൈനിലായിരുന്ന സമയത്താണ് ഈ വീക്കെൻഡ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ട്രിപ്പിംഗ് ആണ്. കാരണം അവിടെ അത്രയും വലിയ സീനില്ല, അത്രയും എക്സ്പെൻസ് തന്നെയില്ല. ഇവിടെയാണെങ്കിൽ തൊട്ടനും പിടിച്ചനും നല്ല രീതിയിൽ പൊട്ടും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത്രയും പ്രിപ്പയർ ചെയ്യാതെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടും, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പം ഞായറാഴ്ച നമ്മൾ ഉറക്കത്തിൽ നിന്ന് പരമാവധി ഡിലേ ആയിട്ട് എണീറ്റ് ചോറും കറി ഉണ്ടാക്കിയതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്ന കാര്യം പറയുന്നില്ല. നല്ലൊരു കറി ഉണ്ടാക്കി. ഞാൻ പൊതുവെ ഒരു 2-3 ദിവസത്തേക്കുള്ള കറി ഒരുമിച്ച് സെറ്റ് ചെയ്യാനാണ് പരിപാടി. അപ്പം അത്രയും നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കറിയൊക്കെ ഉണ്ടാക്കി, ചോറുണ്ടാക്കി, നല്ല വെട്ടമൊക്കെ കൊണ്ട് നല്ല ആസ്വദിച്ച് സമാധാനപരമായി ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ കണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഏതാ കണ്ടേ? ഇന്നിപ്പോൾ കാണാൻ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ പ്രേമലുമാണ്. ഇപ്പോൾ പ്രേമലു ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ ഉണ്ട്, നല്ല റെസ്റ്റ് ചെയ്ത്. പ്രേമലു അല്ല, മറ്റേ അങ്ങനത്തെ ഒരു പടമില്ല, അഞ്ചക്കക്കൊള്ളനോ അങ്ങനെ എന്തൊരു പടം. ആ പടവും കണ്ട് നല്ല റിലാക്സ് ചെയ്ത് ഒരു 3 മണി വരെ അല്ലെങ്കിൽ ഒരു 4 മണി വരെ തള്ളി നീക്കിയിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാളത്തെ അല്ലെങ്കിൽ ഈ ആഴ്ച വരാൻ പോകുന്ന പ്രധാനികളുണ്ടാവുമല്ലോ ചില സബ്ജക്റ്റ്. ഇപ്പോൾ എനിക്ക് ഈ ആഴ്ച ഫാർമക്കോളജി പരീക്ഷയുണ്ട്. ഇപ്പോൾ ഫാർമക്കോളജി കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ച്, അല്ലെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റാവുന്ന അത്രയും പഠിച്ച് പരമാവധി റിലാക്സ് ആയിട്ട് പരിപാടികൾ തീർക്കും. അതിനിടയിൽ എപ്പോഴേലും ഒരു മണിക്കൂർ കാര്യങ്ങൾ ഗ്യാപ്പ് കിട്ടിക്കഴിയുമ്പോൾ തുണി അലക്കാൻ പോകും. പിന്നെ പറ്റിയാൽ ഈ താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പൊതുവെ വീക്കെൻഡ്സിൽ ജോലി ഇല്ലെങ്കിലുള്ള പരിപാടികൾ. പ്രത്യേകിച്ച് അതല്ലാതെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ പഠിത്തം, ഉറക്കം, ഫുഡടി, റെസ്റ്റിങ്, ഇതാണ് പ്രധാനമായിട്ടുള്ള പരിപാടികൾ. പിന്നെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് നമ്മുടെ വീക്കെൻഡ് പരിപാടി. ഇനിയിപ്പോൾ പറ്റിയാൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വരുന്ന ആഴ്ച വലിയ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് TRC കാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ചീപ്പ് റേറ്റിന് കിട്ടും. ഇപ്പോൾ ഓഫ് സീസണാണ്, ടിക്കറ്റ് റേറ്റ് വലിയ കാര്യമായിട്ടില്ല. ഫ്ലിക്സ് ബസ്സിലോ ഏതിലേലും ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ബസ് കയറാം, പോവുക. ഇവിടെ നിന്ന് 4 മണിക്കൂറുള്ളൂ ജർമ്മനിക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ചെക്കിലേക്ക് 4 മണിക്കൂർ, ജർമ്മനിക്കാണെങ്കിൽ 2-3 മണിക്കൂറേ ഉള്ളൂ. സിമ്പിളായിട്ട് പോവുക, കാലത്ത് പോവുക, വൈകുന്നേരം വരെ അവിടെ ട്രിപ്പ് അടിച്ച് നടക്കുക, അല്ലെങ്കിൽ തണ്ടി നടക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിങ്ങോട്ട് ബസ്സിൽ ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വേറെ ഏതെങ്കിലും ഒരു സിറ്റിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔട്ട്സ്കേർട്ടിലേക്കോ മൗണ്ടൈനോ എവിടേക്കെങ്കിലും പോവുക, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. ഇപ്പോഴാണെങ്കിൽ ഡേ ലൈറ്റ് കൂടുതലാണ്. കാലത്ത് ഒരു 6 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ ഡേ ലൈറ്റ് കിട്ടും. ട്രിപ്പ് അടിച്ച് നടക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വീക്കെൻഡ് പ്ലാൻ ചെയ്യേണ്ടത് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇവിടെ ആരും വന്ന് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തൊന്നുമില്ല. ഹോസ്റ്റലിലേക്ക് ആയാലും എപ്പോൾ ഇറങ്ങിപ്പോയാലും എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ പറ്റും. ചില ഹോസ്റ്റൽസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്.
അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും പറഞ്ഞു വെച്ചാലും വലിയ സീന് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ. വീക്കെൻഡ് എങ്ങനെ പോകുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും ഉറക്കം, പഠിത്തം, ഫുഡ് അടി, റെസ്റ്റിംഗ്, ഇതാണ് നമ്മുടെ സ്കീം. ഇനിയിപ്പോൾ പറ്റിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകണം ആലോചനയിലാണ്. TRCയുടെ പ്രശ്നം കാരണമാണ് ഇങ്ങനെ നിൽക്കണേ പിടിച്ച്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ പലരും എൻ്റെ വീക്കെൻഡ് എങ്ങനെയാണ് എന്ന് ചോദിച്ചതുകൊണ്ടും പലരോടും എനിക്ക് പറയാൻ താല്പര്യമുള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ദയവായിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ കാണൽ കുറവാണ്. ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. കാരണം ഈ കമൻറ്റിലും അതേപോലെ ഇൻസ്റ്റയിലും രണ്ടിലും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ പറയുന്ന ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ പാടെ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കും. അത് കഴിഞ്ഞ് മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ട് അൺഫോളോ ചെയ്യാതിരിക്കും. കാരണം അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി, ബൈ.